നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇറങ്ങട വെളിയില്. ഇറങ്ങിയില്ലെങ്കിലോ? അല്ല, നീ എന്താ കത്തിയോണ്ട് കുത്താത്തത്? സന്തോഷമായി ഞാൻ മരിച്ചോളാം. പക്ഷേ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. നിനക്ക് നാണമുണ്ടോടാ? പവിയട്ടം വിചാരിച്ചതുകൊണ്ടല്ലേ നീ ആ കന്നഡ ഗുണ്ടാ സംഘത്തിന്റെ പിടിയിന്ന് രക്ഷപ്പെട്ടത്? ഓ, അവൾ അയച്ചെന്ന വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും എന്റെ തല പെരുക്കുന്നു. ഇത്രയും വൃത്തികെട്ടവനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നെ കുറച്ചു കാലത്തേക്ക് ഞാൻ സ്നേഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ തൊലി പൊളിഞ്ഞു പോവുക. അത് നല്ലതാ. ഗിരിജാന്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിയേ, തൊലി വല്ലതും പൊളിയുന്നുണ്ടോന്ന്. എങ്കിലേ ആത്മസംതൃപ്തി തരുന്ന ഒരു വീഡിയോ കാണാം. എന്താ? എനിക്കെങ്ങും കാണണ്ട നിന്റെ വീഡിയോ. ഇതങ്ങനെയല്ല. ഇതേ ഗിരിജാന്റിയുടെയും പവിത്രനങ്ങളുടെയും പൊന്നോമന പുത്രിയുടെ കല്യാണ വീഡിയോ. ഞാനിതിപ്പോ നെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പോവാ. എല്ലാവരും കാണുന്ന ഈ വീഡിയോ കണ്ടുനോക്ക്. ആന്റി കണ്ടുനോക്ക്. പിന്നെ എന്റെ വീഡിയോ അതെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തതാ. പക്ഷെ ഇത് ഞാൻ എടുത്തതൊന്നുമല്ല. വീണയുടെ കൂട്ടുകാരിയില്ലേ, ആ സ്വാതി, അവളെടുത്തതാ ഇത്. സ്വാതി അത് ദർശനയിടത്തി കൊടുത്തു, വീണയും ഞാനും തമ്മിലുള്ള കല്യാണം മുടക്കാൻ. ഞാനിതിപ്പം നിന്റെ അമ്മയെ കാണിച്ചതും എൻ്റെ ഈ കല്യാണം നടക്കരുതെന്ന് കരുതി തന്നെ. അങ്ങനെ ചെയ്താ ഇവളെപ്പോലെ ഞാനും ആയിപ്പോ. അല്ല, എന്തു പറയുന്നു ഗിരിജ മാഡം? ഞാനിത് അപ്ലോഡ് ചെയ്യണോ അതോ വേണ്ടയോ? വീണയ്ക്ക് ഞാൻ തന്നെ അയച്ചു കൊടുക്കാം. നീയല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് കല്യാണം നടന്നിട്ടില്ലെന്ന്, രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നൊക്കെ? പിന്നെ ഇതെന്തോ നാടി? എന്റെ പൊന്നു മോനെ, നീ ഇതാരെയും കാണിക്കല്ലേ. ഇപ്പൊ തന്നെ നീ അത് ഡിലീറ്റ് ചെയ്യും. ഞാൻ നിന്റെ കാല് പിടിക്കാം. അയ്യോ ആന്റി, അങ്കിൾ ഇത് തന്നെയാ പറഞ്ഞത്, കാല് പിടിക്കാന്നൊക്കെ. അതൊക്കെ മോശമല്ലേ? അങ്കിളിനെ പോലെ ഒരാളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കാന്നൊക്കെ വെച്ചാ എന്താ മോശമല്ലേ? അതുകൊണ്ട് മച്ചാക്ക് മച്ച പോട്ട് മച്ചാന്നും പറഞ്ഞ് സംഗതി ഞാനങ്ങ് കബൂലാക്കി. മനസ്സിലായില്ലല്ലോ? സ്വന്തം ചെലവിൽ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്ത് മാഫിയ കന്നഡ സംഘത്തെ കൊണ്ടുവന്നില്ലേ? ഭീഷണിപ്പെടുത്തിയ വീഡിയോയ്ക്ക് പകരം ഞാൻ ഈ കല്യാണ വീഡിയോ അങ്ങോട്ട് കാണിച്ച് കബൂലാക്കി. അങ്കിള് കീഴടങ്ങി, എന്റെ വഴിക്ക് വന്നു. ഇപ്പൊ ശ്രേയ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഗിരിജാന്റി സമ്മതിക്കും. പവിത്രനങ്ങൾ പാട്ടും പാടി സമ്മതിക്കും. എന്തു പറയുന്നു? മിസ് ശ്രേയ പവിത്രൻ മിസ്സിസ് ശ്രേയ എന്നെങ്കിലും ആവുന്നോ? ഒറ്റ ചോദ്യം, ഡീൽ ഓർ നോ ഡീൽ? നോ ഡീൽ. ഇനി മരിക്കേണ്ടി വന്നാലും ശരി, നിന്നോടൊപ്പം ഒരു ജീവിതം എനിക്കില്ല. ഇറങ്ങി പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. ശ്രേയ, നീ അപ്ലോഡ് ചെയ്യേ, ഡൗൺലോഡ് ചെയ്യേ, എന്ത് വേണോ ചെയ്തോ. എന്നാലും ഇനി നീയുമായി എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഇറങ്ങി പോടാ എന്റെ മുമ്പിൽ നിന്ന്. മോളെ, അവന്റെ കയ്യിലുള്ള കല്യാണ വീഡിയോ. അക്കാര്യത്തിൽ നിങ്ങളാരും പേടിക്കണ്ട. ഇവളുടെ അച്ഛനെ പോലെ ഉണ്ടാക്കിയ ഒരു വീഡിയോ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാനിത് ഉപയോഗിക്കില്ല. എന്ന് ഞാൻ വീണയുടെ കഴുത്തിൽ താലി കെട്ടുന്നോ അന്ന് ഞാനിത് കളഞ്ഞേക്കാം. പക്ഷെ ശ്രേയ, ഇപ്പോഴും പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാൻ തയ്യാറാണ്.
വീണയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന നിമിഷത്തിന് തൊട്ടു മുമ്പ് ഇറങ്ങി വരാൻ, എന്നോടൊപ്പം ജീവിക്കാൻ പൂർണ്ണമായ താല്പര്യം നിനക്കുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് അതുവരെ നിനക്കായി കാത്തുവയ്ക്കും. എനിക്ക് നിന്റെ ഒരു വാക്കും വേണ്ട. ഒന്ന് ഇറങ്ങി തന്നാ മതി. ഈ മുറിന്ന് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ നിന്നും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ദർശന ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ശരിക്കും ഈ ഫാമിലിയിൽ എന്തൊക്കെയാ നടക്കുന്നത്? കാണുമ്പോൾ എല്ലാവരും ചിരിച്ച് സ്നേഹപ്രകടനം നടത്തും. ആർക്കും ഉള്ളിൽ സ്നേഹമില്ല. അതിനിടയിലാ ഞാൻ ആ മുൾക്കിരീടം ചാർത്തി കൊടുത്തത്. അതിപ്പം മുൾക്കിരീടമായത് എനിക്ക് തന്നെ. ഇത് തുറന്നു പറയാതെ ഈ ഭാരോട്ട് ഇറങ്ങാനും പോകുന്നില്ല. ഹലോ, കൃഷ്ണൻ രക്ഷപ്പെട്ടു കളഞ്ഞു അല്ലേ അങ്കിൾ? അയാൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇവിടേക്ക് വരാനും കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടാനും ഒക്കെ അയാളെ അകത്താരോ സഹായിക്കുന്നുണ്ട്. പവിത്രൻ സാറ് തന്നെയാവും. പവിത്രൻ സാറിന്റെ പാസ്റ്റ് ലൈഫിലെ ഒരു പ്രധാന കണ്ണിയാ അയാള്. ഈ രഘു വഴിയെ അയാളിലേക്കുള്ള വഴി തുറക്കൂ. അയാളെ കൊണ്ടത് പറയിപ്പിക്കണം. രഘുവിന് വേണ്ടി ഒരു കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കോടതി അനുവദിക്കാതിരിക്കില്ല. കസ്റ്റഡി കിട്ടിയാലും അവനൊന്നും വിട്ടുപറയാൻ സാധ്യതയില്ല. നോക്കാം. കൃഷ്ണന്റെ ഫോട്ടോ വെച്ച് മെസ്സേജും പോയിട്ടുണ്ട്. സിറ്റിയിലെ ഏതെങ്കിലും ഹൈഡൌട്ടിൽ വെച്ച് അവനെ കിട്ടും. സൈബർ പോലീസിലും നമ്പർ ട്രേസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ശരി മോളെ, ഞാനതൊന്ന് പറയാൻ വിളിച്ചതാ. ഓക്കെ അങ്കിൾ. പവിത്രൻ സാറിന്റെ കാമുകിയുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ പവിത്രൻ സാറിനെയും പോലീസ് സംശയിക്കും. ചിലപ്പോ കസ്റ്റഡിയിലെടുത്തെന്നും വരും. ദർശനെ, പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്ന് പറഞ്ഞപ്പോഴും സംഗതി ഇത്ര സീരിയസ് ആണെന്ന് അറിഞ്ഞില്ല. ഇതിപ്പോ പോലീസും വെടിവയ്പും കേസും ഒക്കെ ആയല്ലേ. എന്നൊക്കെ ഭാരമാടോ താനെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നേ? അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഡോക്ടർ എനിക്ക് തന്ന കുരിശോർത്താ. എന്തിന് ഡോക്ടറെ കുറ്റം പറയണം? രോഗം ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർ എങ്ങനെ തെറ്റുകാരിയാവും? എന്റെ വിധി. ഈ മരുവത്തൂരിലെ മരുമകളായി എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഓരോരുത്തരുടെയൊക്കെ ശ്രമം. ഞാനിവിടെ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അന്നൊക്കെ എന്തും നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നു. രൂപേഷ് ചേട്ടൻ ഒപ്പം ഉണ്ടല്ലോ. എന്റെ ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും കൂടിയാ ആ സ്നേഹം ചേർത്ത് പിടിച്ചത്. രൂപേഷ് ചേട്ടൻ എനിക്ക് വേണ്ടി അവരെയൊക്കെ എതിർത്തിട്ടുണ്ട്. ആ രൂപേഷ് ചേട്ടൻ തന്നെ എന്നെ തള്ളിക്കളഞ്ഞപ്പോ ഞാൻ പിന്നെ ആരോട് പോയി സങ്കടം പറയും? ഡോക്ടർ പറഞ്ഞ സത്യം, ഒരമ്മയാവില്ലെന്ന സത്യം ഞാൻ രൂപേഷ് ചേട്ടനോട് മറച്ചു വെച്ചു എന്ന കാരണം. പെട്ടെന്നറിയുമ്പോ ആ മനുഷ്യന് അത് താങ്ങാനാവില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നെ ഇങ്ങനെ നിഷ്കരണം പുറത്താക്കുമെന്ന് വിചാരിച്ചില്ല.